ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ശബരിമല മണ്ഡല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നാണ് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇവരുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാമോ? ഒരിക്കൽ പോലും കേരളത്തിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. നമ്മുടെ അനുഭവം എന്താണ് പറയുന്നത്? ഇപ്പോ കഴിഞ്ഞ സീസണിലെ കാര്യം ഓർത്താൽ നമുക്ക് മനസ്സിലാവും. 16 മണിക്കൂറും 17 മണിക്കൂറും കുഞ്ഞുങ്ങളടക്കം ക്യൂവിൽ നിന്നെന്ന് മാത്രമല്ല, അവർക്ക് അല്പം വെള്ളം എത്തിക്കാൻ പോലുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവിടെ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന വെള്ളം പോലും തടഞ്ഞിട്ട് അവരുടെ ഏകാധിപത്യം, അതായത് ഗവൺമെന്റിന്റെ ഏജൻസികൾ അല്ലെങ്കിൽ അവരുടെ ഏജൻസികൾ മാത്രമേ ചെയ്യാവുന്നുള്ള തിട്ടൂരം ഇറക്കിയിട്ട് കഴിഞ്ഞ തവണ നടന്നത് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ദുഃഖ ദുരിതത്തിലാഴ്ന്നുപോയി. ചില ആളുകൾ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ശബരിമലയ്ക്ക് ഇല്ലെന്ന് പറഞ്ഞു പോയ ആളുകളെ വരെ എനിക്കറിയാം, നേരിട്ടറിയാം. അപ്പൊ അത്രയധികം എന്താ പറയാ, ഹിന്ദു സമൂഹത്തിന്റെ പണം മാത്രം വേണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി രാധാകൃഷ്ണന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. അമ്പലങ്ങൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കല്ലാതെ അമ്പലങ്ങളിൽ നിന്നൊന്നും എടുക്കുന്നില്ല എന്നൊരു വ്യാജം ഇവരെപ്പോഴും പറഞ്ഞുണ്ടാക്കുകയാണ്. അമ്പലങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് ലാഭമൊന്നുമില്ല, അമ്പലങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഗവൺമെന്റ് പറയുന്നത്. പക്ഷെ എന്റെ ചോദ്യം, കണക്കുകൾ ശരിയാവണ്ണം പഠിച്ചാൽ ക്ഷേത്രത്തിൽ, എസ്പെഷ്യലി ശബരിമലയിൽ ഒരു പർട്ടിക്കുലർ സീസണിൽ കുമിഞ്ഞുകൂടുന്ന പണം മുഴുവൻ സർക്കാർ എടുത്തിട്ടും അവിടെ ഒരു കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ? ശുചി മുറി എന്ന് പറയുന്നത് ശുചി ഇല്ലാത്ത മുറിയായി മാറുകയല്ലേ? എവിടെ നോക്കിയാലും അഴുക്കും മാലിന്യമല്ലേ? തീർത്ഥാടകർക്ക് ബസ് ചാർജ് ഇരട്ടിയല്ലേ? ഈ പാർക്കിംഗ് ശരിയാവണ്ണം ഉണ്ടോ? ഈ ക്യൂ ഓൺലൈൻ സംവിധാനം ക്യൂ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ? യാതൊരു തരത്തിലും. അതായത് ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രത്തെ ഇടതുപക്ഷ സർക്കാർ കാണുന്നത് ക്യാഷ് കൗ ആയിട്ടാണ്. ഇതിൽ നിന്ന് പരമാവധി ഊറ്റിയെടുത്ത് ഉപയോഗിക്കുക. യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റിയും കൊടുക്കുന്നില്ല. മാത്രമല്ല, എന്റെ ചോദ്യം വളരെ ലളിതം. ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യപ്രവൃത്തിയാണ്, ഏറ്റവും മിനിമം ഒരാളോട് ചെയ്യാവുന്ന നന്മയാണ്, മിനിമം. അതുപോലും ചെയ്യാതെ നടപ്പന്തലിൽ പൂട്ടിയിട്ടിട്ട് ഇങ്ങനെ മണിക്കൂറുകളോളം, ആ മഴയാണെങ്കിൽ മഴ, ചൂടാണെങ്കിൽ ചൂട്, അത് മുഴുവൻ അനുഭവിച്ച് കുഞ്ഞുങ്ങളടക്കം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ നിന്ന് നമ്മുടെ ഓർമ്മയിലില്ലേ? ഈ സർക്കാർ ഈ 2 ടേമിലും ശബരിമല നേരത്തെ തന്നെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാമായിരുന്നിട്ടും ഒരുപാട് സമയം ഉണ്ടായിട്ടും അനങ്ങാതെ ഇരുന്ന് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിനൊരു ഉത്തരം കൊടുക്കേണ്ട സമയമാണിപ്പോൾ. ഇത്തവണയും കഴിഞ്ഞ തവണത്തെക്കാൾ ഭീകരമായ ഒരു സ്ഥിതി സംജാതമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോ ജനം TV തന്നെ ചെയ്ത റിപ്പോർട്ടുകൾ ഞാൻ കണ്ടു. അതിൽ തന്നെ കണ്ടല്ലോ, നമ്മൾ എത്രത്തോളം അപക്വമായിട്ടാണ് ഈ സിവിൽ സർവീസ് ഒക്കെ പഠിച്ച് പാസ്സായി വരുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടല്ലോ. അവർക്ക് എന്തെങ്കിലും മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ ഇത്രയധികം കോടിക്കണക്കിന് ജനങ്ങൾ വന്നു ചേരുന്ന ഒരേ സമയത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരു സമയത്ത് ഒരു സീസണിൽ വന്നു ചേരുന്ന ഉത്സവമാണിത്, അല്ലെങ്കിൽ ഒരു സീസണൽ, അല്ലെങ്കിൽ ഒരു തീർത്ഥാടനമാണിത്. ആ തീർത്ഥാടനത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ ഗവൺമെന്റ് എല്ലാ വർഷവും ചെയ്തിട്ടും പഠിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് കാര്യമായ അനാസ്ഥ തന്നെയല്ലേ? അപ്പൊ അത്ര ഒരു അനാസ്ഥ മറ്റൊരു മതത്തിന്റെ ഒരു തീർത്ഥാടനം നടത്തിപ്പ് സർക്കാർ ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഹിന്ദുക്കൾക്ക് സംഘടിത സ്വഭാവം ഇല്ലെന്ന് കണ്ടിട്ട് അവരുടെ കേന്ദ്രങ്ങളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എന്തുമാവാം, ഒന്നും കൊടുത്തില്ലെങ്കിലും ഇവരൊക്കെ വോട്ട് കുത്തിക്കോളും ഈ മണ്ടന്മാരെന്നുള്ള ചിന്ത കൊണ്ടല്ലേ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറി തമിഴ്നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇനി ഒരിക്കലും ശബരിമലയ്ക്ക് വരുന്നില്ല, ഞങ്ങൾ പോരണ്ടത്ര പോന്നു, ഇനി വേണ്ട, ഞങ്ങൾ തിരുവണ്ണാമലയ്ക്ക് ഗിരിവലം ചെയ്തോളാം, തിരുവണ്ണാമല ശിവനാണല്ലോ എന്നൊക്കെ പറയുക. അത്രയധികം ആളുകൾ നീരസവും അമർഷവും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും സർക്കാരിലേക്ക് എത്തുന്നില്ലെന്ന് മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളിൽപ്പെട്ട 99% പേരും, ജനം TV ഒഴികെ, ആരാണ് ഇതൊക്കെ ചർച്ചയ്ക്കെടുക്കുന്നത്? ഒരാളും ചെയ്യുന്നില്ല. അതായത് ഹിന്ദു സമാജത്തിന്റെ പണം കൂട്ടിയെടുക്കുകയും ആ സമാജത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ തീർത്ഥാടകർ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ചാനലും അത് വാർത്തയാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എത്രത്തോളം വലിയൊരു നെറികേടാണ് ഈ നിഷ്കളങ്കരായ ഭക്ത സമൂഹത്തോട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഒരു ഒരുക്കവും ഇവർ ചെയ്തിട്ടില്ല. ഇവരുടെ ഒരു ഉറപ്പും ഫലവത്താവുകയില്ല. ഇതും പഴയതുപോലെ തന്നെ വ്യാജമായ ചില പ്രസ്താവനകൾ മാത്രമാണ്.